ഞാനിതിനകത്ത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. SCERT അതിനകത്ത് എന്താ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പരസ്വാതന്ത്ര്യം. അപ്പം ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുമാരനാശാൻ കായികരലുള്ള ഒരു സ്മാരകമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. എൻ്റെ കൃതി എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ബോധനം അല്ലേ, ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കൃതി. അതിനകത്ത് ഇതാണ് വരുന്നത്. പിന്നെ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഘടകമാണ് നവോത്ഥാനം. നവോത്ഥാനം മാറ്റമുണ്ടാക്കിയത് മാനവികത, പിന്നെ ശാസ്ത്രബോധം. നവോത്ഥാനത്തിൻ്റെ ഫലമായി 18-ാം നൂറ്റാണ്ടിലുണ്ടായ പുരോഗതി എവിടെ? യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് കാരണമായി. ജ്ഞാനോദയ ചിന്തകൾ പ്രചരിപ്പിച്ച സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. ജ്ഞാനോദയം എന്ന് പറയുമ്പോൾ യൂറോപ്പ് ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തം. അപ്പം ബൗദ്ധികമായും സാംസ്കാരികമായും പ്രസ്ഥാനത്തിന് ചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകൾ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. ജസ്റ്റ് ഇതിനകത്ത് നമ്മുടെ ഉദ്ബോധനം ഏതാണെന്ന് നോക്കുക. ഒരു ഉദ്ബോധനം നമ്മുടെ കുമാരനാശാൻ്റെയാണ്. എന്തൊക്കെ ഒരു സ്വാതന്ത്ര്യം, പരസ്വാതന്ത്ര്യം, പരതന്ത്രം അല്ലേ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ജ്ഞാനോദയം എവിടെയാണെന്ന് യൂറോപ്പിൽ പുതിയ കണ്ടുപിടുത്തം. പിന്നെ ജ്ഞാനോദയം ഉണ്ടായത് എവിടെയാണ്, നവോത്ഥാനം ഉണ്ടായത് എവിടെയാണ്, അത് യൂറോപ്പിൽ. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ വന്നിട്ട് എന്താണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അതുകൊണ്ട് 18-ാം നൂറ്റാണ്ട് 2-ാം പകുതി, 18-ാം നൂറ്റാണ്ടിന് 2-ാം പകുതി. പിന്നെ പ്രാതിനിധ്യമില്ലാ നികുതിയിൽ നമുക്കറിയാമായിരിക്കും, വടക്കേ അമേരിക്കയിലാണ് ഭരണ പങ്കാളിത്തം. വടക്കേ അമേരിക്ക, യൂറോപ്പിൽ നിന്ന് ജനങ്ങൾ 16-ാം നൂറ്റാണ്ട് കുടിയേറി തുടങ്ങി. 18-ാം നൂറ്റാണ്ടിൽ കുടിയേറ്റക്കാരുടെ ലക്ഷ്യം എന്താണ്? വിഭവങ്ങൾ കൈയെടുക്കുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 13 കോളനി. അത് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അമേരിക്കയിലെ കുടിയേറ്റം 1492. സ്പാനിഷ് ഗവൺമെൻറ് നാവികനായ കൊളംബസ് ആയിരിക്കും. 1492 ക്രിസ്റ്റഫർ കൊളംബസ് ഇവിടെ വടക്കേ അമേരിക്കയിലെത്തി. അയാൾ റെഡ് ഇന്ത്യൻസ് എന്നാണ് അവിടുത്തെ ജനത വിചാരിച്ചു. പിൽക്കാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഇന്ത്യക്കാരെന്ന് വിചാരിച്ചു റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അപ്പം അവിടെ പിന്നെ 17-ാം നൂറ്റാണ്ട് കോളനി സ്ഥാപിച്ചു. 17-ാം നൂറ്റാണ്ടിൽ അവിടെ പിന്നെ മേഫ്ലവർ കപ്പലിൽ കുറേ പേര് വന്നു. അവർ കപ്പൽ കയറി ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് രാജാവിൻ്റെ മതപീഡനം. ഇവരെയാണ് മറ്റേ നമ്മുടെ തീർത്ഥാടക പിതാക്കന്മാരെന്നറിയപ്പെടുന്നത്. റെഡ് ഇന്ത്യൻസ് ഉൾപ്രദേശങ്ങളിലേക്ക് ആടിയോടിക്കപ്പെടാൻ കാരണം യൂറോപ്യൻ കുടിയേറ്റം. പിന്നെ യൂറോപ്യൻ കവർന്നത് അവരുടെ ഭൂമി, ആട്ടിൻപറ്റം. അമേരിക്കയുടെ കോളനി തങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രം, ഉൽപ്പന്നം വിറ്റഴിക്കാനുള്ള വാണിജ്യ നയം. അവിടെ അമേരിക്കയിലുള്ള ഒരു വാണിജ്യ നയം, അമേരിക്കയിലെ വാണിജ്യ നയം മെർക്കൻറ്റൈലിസം എന്നറിയപ്പെടുന്നു. പിന്നെ മെർക്കൻറ്റൈലിസ് അതിനകത്ത് കുറേ നിയമങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലിൽ മാത്രം കൊണ്ടുപോകണം എന്ന് വെച്ചാൽ. പിന്നെ കോളനികൾ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില എന്നിവ ഇംഗ്ലണ്ടിൽ മാത്രം കയറ്റി അയക്കണം. കുറച്ച് ലിസ്റ്റ് നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെർക്കൻറ്റൈലിസ്റ്റ് ഒരു വാണിജ്യ നയമാണ് കേട്ടോ. അപ്പം കപ്പലിൽ കൊണ്ടുപോകണം, ഇത് ഇംഗ്ലണ്ടിൽ മാത്രം കയറ്റി അയക്കണം. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാനപത്രങ്ങൾ, ലഘുലേഖ, ലൈസൻസ് തുടങ്ങിയ എല്ലാം ഇംഗ്ലണ്ട് മുദ്രവാദി. ഇംഗ്ലണ്ടുകാർ വന്നെല്ലാം സൈൻ ചെയ്യും. അത് ഇംഗ്ലണ്ടിലോട്ട് കയറ്റി അയക്കണം. അതൊക്കെ. പിന്നെ കോളനിയിൽ നിലനിൽക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ സൈന്യത്തിൻ്റെ, അപ്പോൾ ഇവിടെ അമേരിക്ക കോളനി ഉണ്ടല്ലോ 13. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്കൊക്കെ സൈന്യത്തിന് ഭക്ഷണം, ഫുഡ്, താമസ സൗകര്യം അതെല്ലാം കോളനിക്കാരന് കൊടുക്കണം. കോളനിയിലേക്ക് നമ്മൾ ചെറുത്ത് നിൽപ്പിൻ്റെ ക്ലാസ്സിൽ ഇന്ത്യയിൽ പഠിച്ച പോലെയാണ്. അപ്പം അവിടുത്തെ സൈനികർക്കൊക്കെ, ബ്രിട്ടീഷ് സൈന്യത്തിന് നമ്മൾ ഇന്ത്യ തന്നെ പെൻഷനും ഇതൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ കോളനികൾ തന്നെ അവർക്ക് താമസ സൗകര്യം അങ്ങനെ കൊടുക്കണം ഈ സൈനികർ. പിന്നെ കോളനികൾക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് തേയില, ഗ്ലാസ്, കടലാസ് ഇതിന് ഇറക്കുമതി ചുങ്കം. ഇങ്ങോട്ട് വരുന്ന സാധനത്തിന് നമ്മൾ
അപ്പോൾ ഈ അമേരിക്കയിലോട്ട് വരുന്ന സാധനത്തിന് എന്തോ അമേരിക്കക്കാർ കപ്പൽ ഇറങ്ങി വരുമ്പോൾ ചുങ്കം കൊടുക്കണം, ടാക്സ് എന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുക്കും. പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ഇത് വന്നിട്ട് ഇവർ ഇങ്ങ് തേയിലയ്ക്ക് വരെ ഒരു നികുതി, നമ്മുടെ ഉപ്പ് നിയമം പോലെയൊക്കെ തന്നെ തേയിലയ്ക്ക് ഭയങ്കര നികുതി ചുമത്തിയപ്പം അതിന് ശക്തമായ പ്രതിഷേധം ഉണ്ടായി. 1777 ഡിസംബർ 16 രാത്രി റെഡ് ഇന്ത്യൻ വേഷം ധരിച്ച ഒരു വിഭാഗം ജനങ്ങൾ വന്നിട്ട് ബോസ്റ്റൺ തുറമുഖത്ത് 342 പെട്ടി തേയില കടലിലിറങ്ങി. അപ്പോൾ ഈ ഡേറ്റ് 73 ഡിസംബർ 16 342. പിന്നെ മനുഷ്യന് ചില മൗലിക ഖനിക്കാൻ, ലോക്ക് ചെയ്യാൻ എന്ന് ഓർത്താൽ മതി, ആർക്കും അവകാശമില്ല. തോമസ് പെയിൻ ഇതുപോലെ പെയിനോട് വിഷമത്തോട് പറഞ്ഞൊരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട് കീഴടങ്ങുക എന്ന് പറഞ്ഞത് യുക്തിക്ക് നിരക്കുന്നതല്ല. പിന്നെ വൻകര ഒന്നാം സമ്മേളനം 74 ഫിലഡൽഫിയയിൽ വെച്ച് ഒരു സമ്മേളനം. അവിടെ ജോർജിയ വന്നില്ല, ഫിലാഡൽഫിയയിൽ കൂടിയ പ്രതിനിധികൾ സമ്മേളിച്ചു. പിന്നെ ഇതിനെയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനം 74. അത് വ്യാപാരത്തിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നികുതി ചുമത്തരുതെന്നൊക്കെ പറഞ്ഞു. ഈ കോളനി ജനത ഇംഗ്ലണ്ട് രാജാവിന് നിവേദനം കൊടുത്തു. രാജാവ് ജനങ്ങളെ അടിച്ചമർത്തി, ഒരു നിവേദനം കൊടുത്തെങ്കിൽ അടിച്ചമർത്തി സൈന്യത്തെ അയച്ചു, അതൊക്കെ. പിന്നെ യുദ്ധം തന്നെ യുദ്ധം, ഈ കോളനിയിലെ അമേരിക്കൻ കോളനിക്കാരും ഇംഗ്ലണ്ടിലെ ആൾക്കാരുമായിട്ട് യുദ്ധം. പിന്നെ 75 ഫിലാഡൽഫിയയിൽ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സും. അവിടെ ജോർജ് വാഷിങ്ടണിനെ തലവനായിട്ട് നിയമിച്ചു. പിന്നെ കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു ലഘുലേഖ, അത് തോമസ് പെയിൻ്റെ ഒരു ലഘുലേഖയൊക്കെ ഇറക്കി. പിന്നെ വന്നിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി. ഇത് പറഞ്ഞ ആരാണ് പറഞ്ഞത്? തോമസ് പെയിൻ തന്നെയാണ് കേട്ടോ. പിന്നെ 76 നമ്മൾ 74 ഒന്നാം കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞു, 75 രണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അല്ല 74 ഓക്കെ. അവിടെ നെക്സ്റ്റ് ഇയർ ജൂലൈ 4 76 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പം തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ എഴുതി തയ്യാറാക്കി. അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ മനുഷ്യരെല്ലാം തുല്യരാണ്, എല്ലാവർക്കും അവകാശമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണ്. നമ്മൾ എന്ത് വായിച്ചു ചിലപ്പോൾ ഇടയ്ക്കെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടാകും. എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടു, അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ ഇവയിൽ ഉൾപ്പെട്ടതാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. എങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാകുന്ന അതിനെ മാറ്റി ഇല്ലാതാക്കി ചെയ്യാനുള്ള അവകാശം അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ വലുതാണ്. പിന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കയും യുദ്ധം അവസാനിച്ചു കേട്ടോ. 1781 യുദ്ധം അവസാനിച്ചു. നമ്മൾ എപ്പോൾ തുടങ്ങിയത് സംഭവം? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇവിടെ 74 അത് കഴിഞ്ഞിട്ട് യുദ്ധം തന്നെ യുദ്ധം 75 രണ്ടാം കോണ്ടിനെൻ്റൽ. അപ്പോൾ 81 യുദ്ധം അവസാനിപ്പിച്ചത് കേട്ടോ. 13 കോളനി സ്വാതന്ത്ര്യം അംഗീകരിച്ച് 83 പാരീസ് ഉടമ്പടി കേട്ടോ. ഈ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് തന്നെ പാരീസ് ഉടമ്പടിയാണ്. ഭരണഘടനാ സമ്മേളനം ഫിലാഡൽഫിയ, ജെയിംസ് മാഡിസണാണ്. ഇത് ഭരണഘടന തയ്യാറാക്കി, അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയ ജെയിംസ് മാഡിസൺ. അമേരിക്ക ഐക്യനാടുകളുടെ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുത്തു. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ടിച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറായി നമുക്കറിയാമല്ലോ, അമേരിക്കയാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യ സമത്വാധികാരം, ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം വന്നത് അമേരിക്ക. ഇത്രയാണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമുണ്ട്. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞാൽ ഞാനാണ് രാഷ്ട്രം. അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടി ഞാനാണ് 14 രാഷ്ട്രം. അത് പറഞ്ഞത് ലൂയി 14 ഞാനാണ് 14 രാഷ്ട്രം. ലൂയി എനിക്ക് ശേഷം പ്രളയം, ഒരു കടലിൽ 15 ഇത് പ്രളയം 15 ഞാൻ അങ്ങനെയൊക്കെയാണ് ഓർത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ ഇത് കേക്ക് തിന്നൂടെ മേരി ആൻ്റോണിയറ്റി. 17-18 നൂറ്റാണ്ട് ഫ്രാൻസിൻ്റെ ഭരണം ബൂർബൺ രാജാക്കന്മാരാണ്. വെഴ്സായി കൊട്ടാരത്തിലുള്ളവരാണ്. നിലനിന്ന ഭരണം ഏകാധിപത്യ ഭരണമാണ്. ഭരണാധികാരി ധൂർത്തന്മാരാണ്. 10-9 ഫ്രാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-9 പേര് പട്ടിണി കൊണ്ട് മരിച്ചെങ്കിൽ ഒരാൾ ഒരുപാട് കഴിച്ച് മരിച്ചു, അത്യാവശ്യം അനാവശ്യമായിട്ട് ഭക്ഷണം കഴിച്ച് മരിച്ചു എന്നാണ്
ഇതിനെക്കുറിച്ച് നമുക്ക് പൊതുവെ പറയാവുന്ന ഒരു കാര്യം, ഫ്രഞ്ച് സമൂഹത്തെ ഒന്നാം എസ്റ്റേറ്റ് വേറെ ആരായിരുന്നു എന്ന് വെച്ചാൽ പുരോഹിതന്മാരായിരുന്നു കേട്ടോ. അവർ നികുതിയൊന്നുമില്ല ഭരണത്, സൈന്യത്തിൻ്റെ ഉയർന്ന പദവികളൊക്കെ നിയന്ത്രിച്ചു. പിന്നെ ധാരാളം ഭൂപ്രദേശം അവരുടെ കൈവശം ഉണ്ടായിരുന്നു ഈ പുരോഹിതന്മാർ കേട്ടോ. അവർ കർഷകരിൽ നിന്ന് തിതേ എന്ന് പറഞ്ഞ് നികുതി വിധിച്ചെടുത്തു. പിന്നെ നമ്മുടെ രണ്ടാമത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരാണ്. അവരും നികുതിയൊന്നുമില്ല, ആഡംബര ജീവിതമൊക്കെ തന്നെയാണ്. അവർക്ക് ഒരുപാട് ഭൂപ്രദേശം ഉണ്ടായിരുന്നു, ഇവർക്കും ഉണ്ടായിരുന്നു ഭൂപ്രദേശം. അവർ പ്രഭുക്കന്മാരല്ലേ സൈനിക സേവനമൊക്കെ കൊടുത്തിരുന്നു. പിന്നെ കർഷകരിൽ നിന്നും അവർ നികുതി പിരിച്ചു. അതിന് പ്രത്യേക പേരൊന്നുമില്ല. ഇവർ തിഥേ എന്ന് നികുതി പിരിച്ചത് പുരോഹിതന്മാരെ, വേതനം കർഷകരെ കൊണ്ട് അവർ പണിയൊക്കെ എടുപ്പിച്ചു. പിന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് കുറച്ചധികം പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കച്ചവടക്കാർ, എഴുത്ത്, അഭിഭാഷകർ, ഉദ്യോഗസ്ഥ, അധ്യാപകർ, ബാങ്കർ, കർഷകർ, കൈത്തൊഴിൽ, ഇവർ മധ്യവർഗം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അവർ താഴ്ന്നതാണ്. നികുതി നൽകണമായിരുന്നു പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും. ഭരണത്തിൽ ഒരു അവകാശമില്ല. തൈലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സർക്കാരിന് നികുതി വന്നു അവർ ഓടുകണം. തെതേന്ന് പറഞ്ഞ് പുരോഹിതന്മാർ നികുതി പിരിച്ചിരുന്നു കർഷകരുടെയായിരുന്നു. ഇവർ തൈതേ എന്നും പറഞ്ഞ് സർക്കാരിന് നികുതി കൊടുത്തു. പിന്നെ വോൾത്തയറാണ് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ഒരു വോൾത്തയർ, ഒരു തലയുള്ള ഒരാൾ. അപ്പോൾ നമുക്ക് വോൾത്തയർ എന്നൊക്കെ പറയാം. പരിഹസിച്ചു ഇയാൾ. പിന്നെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണെന്ന് പറഞ്ഞു. അവിടെ ചങ്ങലയുടെ എവിടെയും ചങ്ങല, റൂസോ പറഞ്ഞു, എവിടെയും ചങ്ങലയാണ്. പിന്നെ ജനങ്ങളാണ് പരമാധികാരി എന്നൊക്കെ പറഞ്ഞതും റൂസോ ആണ്. തേർഡ് എസ്റ്റേറ്റ് മുന്നേറുന്നു കേട്ടോ. ഫ്രാൻസിലെ രാജാക്കന്മാർ ബൂർബനാണ് ഓൾറെഡി പറഞ്ഞിരുന്നു. ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണം പുരോഹിത പ്രഭുക്കൾ രാജാക്കന്മാർ ഇവരുടെയൊക്കെ ആഡംബര ജീവിതം തന്നെ. പിന്നെ ധൂർത്ത്, യുദ്ധം, പിന്നെ ഇതൊക്കെ കാരണം വരൾച്ച, കൃഷിനാശം. പിന്നെ അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്ത് സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികളെ സഹായിച്ചു. പിന്നെ ലൂയി 16 ഈ 16 കുറിച്ച് നമ്മൾ അധികമൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. 15 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രളയം പറഞ്ഞു അല്ലേ. പിന്നെ ഞാനാണ് 14 രാഷ്ട്രം എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അത് ലൂയി 14 ലൂയി 16 1789 ജനപ്രതിനിധി സഭയെ സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചു കേട്ടോ. ലൂയി 16 സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചത്. ലൂയി 16 സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചു. 16 സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചത് ഈ സെയിം 1789 തന്നെയാണ് കേട്ടോ. 16 ഇത് ഓർക്കാനാണ് ഞാൻ തിരിച്ചും മറിച്ചും എഴുതിയത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടി സ്റ്റേറ്റ് ജനറൽ. ഇത് 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ആദ്യ 2 എസ്റ്റേറ്റ് വായിച്ചത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 പേര് ഒരുമിച്ച് നിന്നാൽ അവർക്ക് ജയിക്കാമല്ലോ. അതാണ് കാര്യം. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അത് വന്നിട്ട് പിന്നെ കോമൺവെൽത്ത് അതെന്ന് വെച്ചാൽ 3 എസ്റ്റേറ്റ് പറഞ്ഞു ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്നാണ് അവർ പറഞ്ഞത്. ഇവർ ഫ്രാൻസിൽ ദേശീയ അസംബ്ലി എന്ന് പറഞ്ഞാൽ ടെന്നീസ് കോർട്ടിൽ പ്രതിജ്ഞയ്ക്ക് പോയി കേട്ടോ. അവിടെ ഫ്രാൻസിന് ഭരണഘടന വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ എത്ര പേരുണ്ട് എന്നൊക്കെയാണ്. 285 പേര് ഒന്നാമത്തെ എസ്റ്റേറ്റ്, 2-ൽ 308, തേർഡിൽ 621. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനകത്താണ്. ഓക്കെ, 200 സംതിങ് 300 സംതിങ്, ഇതിൻ്റെ ഇരട്ടിയാണ് 600 സംതിങ്. കുറച്ച് ദിവസം വായിക്കുമ്പോൾ കിട്ടും. പിന്നെ ജൂലൈ 14 ബാസ്റ്റീൽ 789 തന്നെയാണ്. ജൂലൈ 14 ബാസ്റ്റീൽ കോട്ട തകർത്തു. ആരംഭമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വന്തം സാഹോദര്യം. പിന്നെ ഇതേ വർഷം തന്നെ ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ് ചെയ്തു കേട്ടോ. പിന്നെ ഒക്ടോബറിൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്ത്രീകൾ പോയതിനെ കുറിച്ചാണ്, വേഴ്സായി കൊട്ടാരത്തിൽ പോയതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതേ വർഷമല്ല 1792 സെപ്റ്റംബറിൽ പുതിയ ഭരണഘടന അനുസരിച്ച് ദേശീയ കൺവെൻഷൻ ഫ്രാൻസിൽ ഒരു റിപ്പബ്ലിക്കായി തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് ഭീകരവാഴ്ച, അത് നമ്മുടെ റോബൻസ്പിയർ ഒരു ഗില്ലറ്റിൻ ഉണ്ടാക്കിയ കഥകളാണ്. 93
ദേശീയ കൺവെൻഷൻ റിപ്പബ്ലിക് ആയത് 92-ലാണ്. ഇത് ഇപ്പം ഏത് വിപ്ലവം പറഞ്ഞാൽ ഫ്രഞ്ച് റിപ്പബ്ലിക്കായി 92-ൽ 1792. അത് കഴിഞ്ഞിട്ട് 93-ലാണ് ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നത്. അതിൽ മരിച്ചു വരുന്നത് വെച്ചാൽ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നേതൃത്വത്തിൽ ഒരു സുരക്ഷാ കമ്മിറ്റി. അതിലുള്ള അംഗങ്ങളാണ് മിറാബോയും ടാൻഡനും. ഈ റോബിൻസ്പിയർ തന്നെയാണ് ഗില്ലറ്റിനുണ്ടാക്കി. അതിൽ 16-ാമത്തെ ലൂയി 16-നെ ഭാര്യ ആൻ്റോണിയറ്റിനെയൊക്കെ കൊന്നു. 16-ൽ നമ്മുടെ സ്റ്റേറ്റ് ജനറലിനെ വിളിച്ച് ചേർത്ത്. അപ്പോൾ ലാസ്റ്റ് ഇയർ വാളെടുത്തവൻ വാളാലെന്ന് പറയുന്നത് പോലെ അങ്ങേരും അതിൽ തന്നെയാണ് മരിച്ചത്. ഇത് 2 വർഷം അടുത്ത നെക്സ്റ്റ് ഇയർ വരെ തന്നെ, ജൂലൈ വരെ നിലനിന്നു കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് ഇയർ വരെ യൂറോപ്പിനാകെ ഫ്രാൻസ് തുമ്മിയ യൂറോപ്പിന് ജനദോഷം എന്ന് പറഞ്ഞ് മറ്റാണിക്കാണ്. അതൊരു ഓസ്ട്രിയൻ ഭരണാധികാരി. വലിയ ചാപ്റ്ററാണ് അത്യാവശ്യം. അത് കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് ലോകത്തുള്ള എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകരുന്നത് ഈ ഫ്രഞ്ചാണ്. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനമാണ്, സ്വാതന്ത്ര്യസമത്വം സാഹോദര്യമാണ്, ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ അന്ത്യം, സ്വേച്ഛാധിപത്യം. അപ്പോൾ രാജ്യം എന്നാൽ രാജ്യത്തെ ജനങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ജനകീയ പരമാധികാരം, മധ്യവർഗം വളരണം, ദേശീയതയുടെ ആവിർഭാവം. പിന്നെ ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യയെക്കുറിച്ച് പറയണം. മൈസൂർ ഭരണാധികാരി നമുക്കറിയാം ടിപ്പു വന്നിട്ട് ടിപ്പു ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ കണക്കാക്കിയെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ടിപ്പു വിചാരിച്ചത്. അയാൾ ജാക്കോബിയനിലൊക്കെ അംഗമായിരുന്നു. ഇയാളാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരമൊക്കെ നട്ടു കേട്ടോ. ട്രീ ഓഫ് ലിബർട്ടിയൊക്കെ ഇവിടെ നട്ടു. പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. സ്വാതന്ത്ര്യമായി ജനിക്കുന്ന മനുഷ്യൻ തുല്യാവകാശങ്ങളോട് സ്വതന്ത്രം ജീവിക്കുന്ന എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവിക അവിഭാജ്യമാകും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നാണ്. പിന്നെ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകൾ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാര രാഷ്ട്രത്തിൽ കുടികൊള്ളും മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരം സ്വാതന്ത്ര്യത്തിലുണ്ട്. ഇത് എന്തൊരു പ്രഖ്യാപനമാണ് കേട്ടോ. ഡ്യൂപ്ലൈ ഒരു ഡെസിയറിൻ്റെ ടെസ്റ്റിനകത്തൊരു കോളത്തിനകത്തെ കോളം ലാസ്റ്റ് ഡ്യൂപ്ലൈ ഫ്രാൻസിസ് കോസർ എന്തൊക്കെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു വെച്ചോണേ. പിന്നെ വന്നിട്ട് നമ്മുടെ പിന്നെ ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ് ഇത്. റൂസോ ഫ്രഞ്ച് ചിന്തകളാണ് റൂസോ. പിന്നെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ ഇത് റൂസോ ആണ്. സോഷ്യൽ കോൺട്രാക്റ്റ് റൂസോയുടേതാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ നെപ്പോളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകാധിപത്യ ഭരണമാണ് നെപ്പോളിയൻ ഫ്രാൻസ് നയിച്ചത് കേട്ടോ. നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരെ രൂപീകരിക്കേണ്ട യൂറോപ്യ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്ന നെപ്പോ പ്രധാനമന്ത്രി വഹിച്ചു. നെപ്പോ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത് 1799 7 എന്ന് വേണമെങ്കിൽ നോക്കി എഴുതിയിട്ട് 29 കൊടുക്കാം, ഒരൊന്നും കൊടുക്കാം. ഓക്കെ. പിന്നെ അയാൾ കുറേ പരിഷ്കാരമൊക്കെ കൊണ്ടുവന്ന് കൃഷിഭൂമി കർഷകർക്ക് കൊടുക്കണം. അയാൾ തന്നെയാണ് സിങ്കിങ് ഫണ്ടൊക്കെ രൂപീകരിച്ചു. കടമില്ലാതാക്കാൻ, പൊതു കടമില്ലാതെ. പിന്നെ ഗതാഗതത്തിന് റോഡ്, രാജ്യത്തിൻ്റെ നിയന്ത്രണം, പുരോഹിതന്മാർക്ക് കുറച്ച് നിയന്ത്രണമൊക്കെ വെച്ചു. പിന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് വെച്ചു. നിലവിലുള്ള നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചു. ഒരു പുതിയ നിയമസംഹിതയൊക്കെ വെച്ചു. ദേശീയത ശക്തിപ്പെട്ടത് ഈ നെപ്പോളിയൻ്റെ കാലഘട്ടത്തിലാണ്. 1815 വാട്ടർലൂ. എന്തോ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കൊടുത്തില്ല. അതെന്താണ്? നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതാണ് കേട്ടോ. അധികാരം പിടിച്ചെടുത്തു. പിന്നെ വാട്ടർലൂ യുദ്ധം ഇത് നോക്കി വെച്ചാണ്. യൂറോപ്യൻ സഖ്യത്തോട് യൂറോപ്പിനോടാണ് പരാജയപ്പെടുത്തത്. നെപ്പോളിയൻ പരാജയപ്പെട്ടു കേട്ടോ വാട്ടർലൂവിൽ. മാറ്റിപ്പിച്ചു നമുക്കറിയാം പാബ്ലോ നെരൂദയുടെ. അത് പെറു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.